ഹലോ ഗൈസ്, കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതും അതുപോലെ ഞാൻ വോയിസ് കൊടുത്തതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ ഞാൻ വോയിസ് കൊടുത്തത് മാത്രം ശ്രദ്ധിക്കാൻ നോക്കാം കേട്ടോ. ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ച സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണാണ്. എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായ സംഭവമാണെങ്കിലും അതിന് കുറേ നൂലാമാലകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പലരും അത് എടുക്കാതിരിക്കുന്നവരുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അറിയാണ്. അത്ര വലിയ നൂലാമാലുള്ള സംഭവം എന്നല്ല എഡ്യൂക്കേഷൻ ലോണ്. കുറച്ച് കാലം ഇതിനു വേണ്ടി നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എടുത്തു വെച്ചവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ വീഡിയോ ചെയ്യാൻ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഭാവിയിൽ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ കാണാം, എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് കാനറ ബാങ്കിൽ നിന്നാണ്. ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ബാങ്കാണെന്ന് തീരുമാനിച്ചു. ആദ്യം തന്നെ ഏത് ബാങ്കിൽ നിന്നാണ് എടുക്കുന്നതെന്ന് തീരുമാനിച്ച് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു ഇതിനെ കുറിച്ചിട്ടൊക്കെ. എന്നിട്ട് ഞാൻ ഈ ബാങ്കിനാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട്, അതായത് ബാങ്ക് മാനേജറിനോട് പറഞ്ഞു, എഡ്യൂക്കേഷൻ ലോൺ വഴി ഞാൻ നഴ്സിംഗ് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചിട്ട് ഒരു പേപ്പർ എനിക്ക് തന്നു കേട്ടോ. ആ പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ ഇല്ലെങ്കിൽ, അതായത് ആധാർ കാർഡ് ഉണ്ടാവും, പാൻ കാർഡ് ഇല്ലെങ്കിൽ പാൻ കാർഡ് എടുക്കണം. ആധാർ കാർഡിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആധാർ കാർഡും ശരിയാക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ വായിക്കാം. ആദ്യം തന്നെ SBI അക്കൗണ്ട് വേണം. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ഒരാൾ വേണം, അതായത് അച്ഛനോ അമ്മയോ. അച്ഛനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ഛനും അക്കൗണ്ട് വേണം. അതുപോലെ നിങ്ങൾക്കും ഏത് ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. അത് നമുക്ക് വേണമെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വേണം. അത് നിങ്ങളുടെയും വേണം, നിങ്ങളുടെ ഫാദറിൻ്റെയും വേണം. പിന്നെ കോപ്പി ഓഫ് KYC, അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, പാൻ കാർഡിൻ്റെ കോപ്പിയും വേണം, അതുപോലെ ഒറിജിനൽ വേണം. പിന്നെ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ്, അതായത് 10th-ൻ്റെയും +2-ൻ്റെയും ഒറിജിനൽ മാർക്ക് ഷീറ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങളത് കോളേജിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കോപ്പി ആയാലും മതി. പിന്നെ എൻട്രൻസ് ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നുണ്ട്. അതായത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കർണാടകക്കാർ നടത്തുന്നൊരു എക്സാം ഉണ്ട്, അതിൻ്റെ ടെസ്റ്റ് സ്കോർ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ലാൻഡിൻ്റെയും ഹൗസിൻ്റെയും ടാക്സ് പേ ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്റ്റ് വേണം. പിന്നെ വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ ആ ഒരു റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. പക്ഷേ വിദ്യാലക്ഷ്മിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ബാങ്ക് പറയും നിങ്ങൾ വിദ്യാലക്ഷ്മിയാണോ അതോ ജനസമിതിയാണോ അതേതാണെന്ന് നിങ്ങളുടെ ബാങ്ക് നിങ്ങളടുത്ത് പറയും. പിന്നെ നിങ്ങളെ അറിയാവുന്ന 2 ലോക്കൽ റെഫറൻസിൻ്റെ KYC, അതായത് ആധാർ കാർഡ് വേണം. കാനറ ബാങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാമെന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്താൽ ബാക്കി വീഡിയോസും കൂടി കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ചാച്ചാ.